Hello കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, എൻ്റെ കുട്ടികളെ എല്ലാവരും നിങ്ങളെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ വേൾഡ് അല്ലേ, സംഖ്യാലോകം എന്നുള്ള ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. അതിലെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എൻ്റെ കുട്ടികൾക്ക് അത് കണ്ടുപിടിക്കാൻ ലേശൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സെക്ഷനിലെ പ്രോബ്ലം ആണ് ഇന്ന് നമ്മളിപ്പം ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. തന്നെ മക്കൾ എന്ത് ചെയ്യുക, നല്ലോണം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക ഓരോ ചോദ്യങ്ങളും. അതുമാത്രമല്ല, കുഞ്ഞു കുഞ്ഞു ട്രിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ. അതേ ട്രിക്ക് തന്നെ വെച്ചിട്ടാണ് നമ്മളിതാ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ട്രിക്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതെന്ത് ചെയ്യുക, വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ റെഡി ആണെങ്കിൽ വേഗം എന്ത് ചെയ്യാം, ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ഉണ്ടാവും, മലയാളം മീഡിയം ഉണ്ടാവും. രണ്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സെറ്റായിട്ട് ഓരോന്നെടുത്ത് നമുക്ക് ചെയ്യാം. റെഡി? അപ്പോൾ നോക്കടാ, ഇവിടെ ഒരു നമ്പേഴ്സിനെ പറ്റിയിട്ട് ഒരു സ്പെഷ്യൽ നമ്പറിനെ കുറിച്ചാണ് ആദ്യം നിങ്ങളോട് പറയുന്നത്. എന്ത് നമ്പേഴ്സുകളാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന നമ്പേഴ്സ്? യെസ്, അതിനെ നമ്മൾ മലയാളത്തിൽ ഇരുവഴി സംഖ്യകൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ പാലിഡ്രോമിക് നമ്പേഴ്സ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും അല്ലേ, ഇവിടുന്ന് മുൻപിലേക്ക് വായിച്ചാലും പുറകിലേക്ക് വായിച്ചാലും എന്ത് തന്നെയാണ്, ഒരേപോലെയാണ് ആ നമ്പർ കാണാൻ പറ്റുന്നത്. ഇല്ലേടാ, നോക്കിക്കേ, 4676 എന്ന് പറയാ. ഇത് മുന്നിലേക്ക് വായിക്കുമ്പോൾ 46,764 തന്നെയാ. നേരെ ഇപ്പുറത്തേക്കോ പുറകിലേക്ക് വായിക്കുമ്പോഴും അതേ നമ്പർ തന്നെയാണ് വായിക്കാൻ പറ്റുന്നത് അല്ലേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വായിക്കാൻ പറ്റുന്ന നമ്പേഴ്സ്. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ആരെ വേണേ പറയാം, പറഞ്ഞൂടെ? 101. ഇതൊരു പാലിഡ്രോമിക് നമ്പർ ആണ്, ഇരുവഴി സംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും ഒരേപോലെ 101 എന്ന് തന്നെ വായിക്കാം. അതുപോലെ വേറെ ഏതെങ്കിലും നമ്പർ പറഞ്ഞേ നിങ്ങൾ. 2334 അല്ലേ, 2334. അങ്ങോട്ടേക്കും ഇങ്ങോട്ട് വായിച്ചാലും 34 അല്ല കേട്ടോ, 32 വേണം. 32. അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും എന്ത് തന്നെയേ വരുള്ളൂ, ഒരുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ 2332 എന്ന് പറഞ്ഞാൽ തിരിച്ച് വായിച്ചാലും ഒരേപോലെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഇത് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ 3 ചോദ്യങ്ങളുണ്ട്, ക്ലിയർ ആയിട്ട് വായിച്ച് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കിക്കഴിഞ്ഞ മക്കള്, രണ്ടക്ക സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളാണ് എന്നാ ചോദിച്ചേ. എന്ന് പറഞ്ഞാൽ ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പാലിഡ്രോംസ്. 2 ഡിജിറ്റ് നമ്പേഴ്സ്, രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരേപോലെ വായിക്കാൻ പറ്റുന്നവരുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എൻ്റെ കുട്ടികൾ. 2 ഡിജിറ്റ് നമ്പേഴ്സുകൾ അല്ലേ, നമുക്ക് എഴുതി നോക്കാൻ പറ്റുന്ന നമ്പേഴ്സുകളെ ഉണ്ടാവുള്ളൂ. ആരൊക്കെയാ? 1 തുടങ്ങിയാൽ അല്ലേ, 1 തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 1 എന്ന് എഴുതാം. 11. കാരണം എന്താടാ, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരേപോലെ വായിക്കാൻ പറ്റുന്ന നമ്പേഴ്സുകളാണ് നമുക്ക് പാലിഡ്രോംസ് എന്ന് പറയാം. അപ്പോൾ രണ്ടക്ക സംഖ്യ പാടുള്ളൂ എങ്കിൽ രണ്ടും റിപ്പീറ്റ് ചെയ്ത് വരണ്ടേ, എന്നാൽ മാത്രമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വായിക്കാൻ നമുക്ക് പറ്റൂ. ഇനി അടുത്തത് ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? യെസ്, 22 ഉണ്ട് അല്ലേ. 22, 33, 44, 55, 66, 77, 88 and 99. ഇനിയുണ്ടോ 2 ഡിജിറ്റ് നമ്പേഴ്സ്? ഇല്ല, ഇനിയില്ലേ 2 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ പാലിഡ്രോം നമ്പേഴ്സ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 നമ്പേഴ്സുകൾ അല്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വായിക്കുമ്പോഴും ഒരേപോലെ വരുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സുകൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? 9 നമ്പേഴ്സ് ഉണ്ട് എന്ന് പറയാം. കഴിഞ്ഞോ നമ്മളെ ചോദ്യം? ഇല്ല, അവിടെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഇപ്പം നമ്മൾ 2 ഡിജിറ്റ് നമ്പർ ആണ് എഴുതി കണ്ടുപിടിച്ചത് അല്ലേ, അതുപോലെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമേ പഠിച്ചൊരു ട്രിക്ക് ഉണ്ടായിരുന്നു. ആ ട്രിക്ക് വെച്ചിട്ടാണ് മിസ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. എൻ്റെ കുട്ടികളെ നല്ലോണം ശ്രദ്ധിച്ചാൽ വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇല്ലേടാ, 3 ഡിജിറ്റ് നമ്പേഴ്സുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേപോലെയുള്ള നമ്പേഴ്സ് ആയിരിക്കണം. ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആരെ പറയാം? 101 ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ്, അതൊരു പാലിഡ്രോമിക് നമ്പേഴ്സ് കൂടിയാണ്. വേറെയോ 121 പറഞ്ഞൂടെ, 232 പറയാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ അവരൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 999 ഇതും പറഞ്ഞൂടെ, അതും ഒരു പാലിഡ്രോമിക് നമ്പേഴ്സ് ആണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നമ്പേഴ്സുകൾ ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ഞാൻ 3 കള്ളി അവിടെ വരച്ചത് കേട്ടോ. 3 ടേബിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ നോക്കിക്കേണ്ട മക്കൾക്ക് അറിയാം, ഇവിടെ നമുക്ക് എന്തായാലും നമ്പേഴ്സുകൾ എഴുതണം അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സുകൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേപോലെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്പേഴ്സ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എൻ്റെ മക്കൾ ആലോചിക്കേ, ഇവിടെ എനിക്ക് 0 കൊടുക്കാൻ പറ്റുമോ?
ഫസ്റ്റ് കളിയിൽ എനിക്ക് 0 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? 0 ആദ്യം വരികയാണെങ്കിൽ അവിടെ എന്തില്ലടാ? അവിടെ 3 ഡിജിറ്റ് നമ്പർ ആവില്ല അല്ലേ? 0 ഒന്നുകിൽ സെക്കൻഡ് വരണം അല്ലെങ്കിൽ തേർഡ് വരണം, എന്നാൽ മാത്രമേ അതൊരു 3 ഡിജിറ്റ് നമ്പർ ആവുള്ളൂ. 0 ആദ്യം വന്നാൽ അതൊരു എന്തായി മാറും? 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് മാറും. അപ്പോൾ എനിക്ക് 0 ഒഴികെ ബാക്കി എത്ര നമ്പേഴ്സ് ഒന്നാമത്തെ കളി കൊടുക്കാൻ പറ്റും? ആരൊക്കെ കൊടുക്കാം? 1 കൊടുക്കാം അല്ലേ? 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, 5, 6, 7, 8, 9 അല്ലേ? 9 നമ്പേഴ്സിന് ആര് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ കളിയിൽ എഴുതാം ഇല്ലേ? അപ്പോൾ എനിക്ക് അവിടെ 9 ചാൻസുകൾ ഉണ്ട് ഇല്ലേടാ? അവിടെ എനിക്ക് 9 ചാൻസുകൾ ഉണ്ട് ആ കളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കിക്കേ, ഞാൻ ഇതിൽ ചുമ്മാ ഞാൻ 5 എന്ന് കൊടുത്തു, ചുമ്മാ. അപ്പം എൻ്റെ മക്കൾ നോക്കിക്കേ, ഇനി രണ്ടാമത്തെ കളിയിൽ എനിക്ക് 5 തന്നെ കൊടുക്കാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്ക് 0 കൊടുക്കാൻ പറ്റുമോ? 0യും കൊടുക്കാം. അപ്പോൾ എത്ര നമ്പേഴ്സുകൾ എനിക്ക് രണ്ടാമത്തെ കളിയിൽ കൊടുക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 0 ഉൾപ്പെടെയുള്ള സംഖ്യകൾ കൊടുക്കാം അല്ലേ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. നോക്കിക്കേ, 0 ഉൾപ്പെടെ അല്ലേ 9 വരെയുള്ള നമ്പേഴ്സുകളിൽ ആര് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് ആകെ? ഇവിടെ ആകെ 10 നമ്പേഴ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ 10 ചാൻസുകൾ ഉണ്ട് എനിക്ക് രണ്ടാമത്തെ കളിയിൽ കൊടുക്കാൻ അല്ലേ? അപ്പോൾ ദാ നോക്കിക്കേ, ഇവിടെ എനിക്ക് 10 ചാൻസുകൾ ഉണ്ട്. ഞാൻ അതിൽ ആരെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ 8 കൊടുക്കുവാണ് കേട്ടോ, 8 കൊടുത്തു ചുമ്മാ. ഇനി എൻ്റെ മക്കളെ നോക്കിക്കേ, എനിക്ക് ഈ സംഖ്യ പാലിഡ്രോം നമ്പർ ആയിട്ട് മാറണം ഇല്ലേ? പാലിഡ്രോമിക് നമ്പർ ആവണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും ഒരുപോലെ വരണമെങ്കിൽ ലാസ്റ്റ് കളിയിൽ ആരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏറ്റവും ലാസ്റ്റ് കളിയിൽ ഇവിടെ 5 മാത്രമേ വരാവൂ ഇല്ലേ? വേറെ ഏതെങ്കിലും ഒരു നമ്പർ വന്നാൽ തിരിച്ചു വായിക്കുമ്പോൾ ഒരേപോലെ ഉണ്ടായിരിക്കുമോ? ഇല്ല. അപ്പോൾ 5 എന്നുള്ള ചാൻസ് മാത്രമേ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നമ്പറിനുള്ള ചാൻസ് മാത്രമേ മൂന്നാമത്തെ കളിയിലുള്ളൂ അല്ലേ? 5 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നമ്പറിൻ്റെ ചാൻസ് മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഈ കളിയിലുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മുകളിൽ എഴുതിയ ചാൻസുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സുകൾ ഉണ്ടാക്കാം എന്ന് കിട്ടി ഇല്ലേ? മുകളിൽ എഴുതിയ നമ്പേഴ്സുകൾ ആരൊക്കെയാ? 9 × 10 × 1 ഇല്ലേടാ? ഈ 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും നമുക്ക്? 90 എന്ന് കിട്ടിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സുകൾ അല്ലേ, പാലിഡ്രോമിക് നമ്പേഴ്സുകൾ എത്ര പേരുണ്ട്? 90 നമ്പേഴ്സുകൾ ഉണ്ട് എന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് ആരെയും ചോദിക്കുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഏറ്റവും ലാസ്റ്റ് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സുകൾ ഉണ്ടാക്കാം? ഇതുപോലെ കണ്ടുപിടിച്ചൂടെ? പാലിഡ്രോം നമ്പേഴ്സുകൾ എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ 3 കളികളിൽ 3 ടാബിൾ വരച്ച പോലെ 4 ടാബിൾസ് വരയ്ക്കേണ്ടി വരും. 4 ആൾക്കാരുണ്ട്, 4 ഡിജിറ്റ് ആണ്. അതിൽ ആദ്യത്തെ കളിയിൽ എനിക്ക് 0 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആദ്യത്തെ കളിയിൽ 0 കൊടുത്താൽ ഇതൊരു 3 ഡിജിറ്റ് നമ്പർ ആയി പോകും ഇല്ലേ? ഇതിൽ കൊടുക്കാം, ഇതിലും കൊടുക്കാം, ഇഷ്ടമുള്ളിടത്ത് കൊടുക്കാം. പക്ഷെ ഇവിടെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ആദ്യത്തെ കളിയിൽ 0 വരാത്തത് കൊണ്ടാണ് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റാത്തത് അല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഫസ്റ്റ് കളിയിൽ എനിക്ക് ആരൊക്കെ കൊടുക്കാം? ഏതൊക്കെ നമ്പേഴ്സിനെ കൊടുക്കാം? 1 കൊടുക്കാം അല്ലേ? 2, 3, 4, 5, 6, 7, 8, 9 എന്ന് പറഞ്ഞാൽ 9 ചാൻസുകൾ ഉണ്ട് എനിക്ക് ആദ്യത്തെ കളി കൊടുക്കാം. നേരത്തെ ചെയ്ത അതേപോലെ കേട്ടോ, ഒരു മാറ്റവും ഇല്ല. 9 ചാൻസുകൾ ഉണ്ട്. അതിലെനിക്ക് ആരെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ചുമ്മാ അതിൽ ഇവിടെ വെറുതെ കേട്ടോ, ചുമ്മാ ഞാൻ അതിൽ 1 കൊടുക്കുവാണ്. 1 കൊടുത്തു, കാണുന്നുണ്ടല്ലോ, 1 കൊടുത്തു. ഇനി നോക്കിക്കേ, രണ്ടാമത്തെ കളിയിൽ എനിക്ക് വേണമെങ്കിൽ 1 കൊടുക്കാം, 0യും കൊടുക്കാം. എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ആരെ വേണമെങ്കിലും എനിക്ക് രണ്ടാമത്തെ കളി കൊടുക്കാം. കൊടുത്തൂടെ? അപ്പോൾ എൻ്റെ മക്കൾ എഴുതി നോക്കിക്കേ, ആരെയൊക്കെ കൊടുക്കാം? 0 കൊടുക്കാം, 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? എന്ന് പറഞ്ഞാൽ 10 നമ്പേഴ്സ് ഉണ്ട്. ആ 10 നമ്പേഴ്സിൽ ആരെ വേണേലും കൊടുക്കാം. 10 ചാൻസുകൾ ഉണ്ട് അവിടെ ഇല്ലേ? ഞാൻ ചുമ്മാ ഞാൻ ആരെ കൊടുക്കുവാന്നറിയോ? ഇവിടെ ഞാൻ 4 കൊടുത്തു. ഇനി എൻ്റെ മക്കൾ നോക്കണേ, ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും ഒരുപോലെ വേണം അല്ലേടാ? അപ്പം നമ്മൾ തേർഡ് കളിയിൽ ആരെ കൊടുക്കും? ഈ മൂന്നാമത്തെ കളിയിൽ എനിക്ക് 1 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ മൂന്നാമത്തെ കളിയിൽ 4 തന്നെ ഞാൻ കൊടുക്കണം.
അതുപോലെ നാലാമത്തെ കളിയിൽ ഞാൻ ആരെ തന്നെ കൊടുക്കണം? യെസ്, 1 മാത്രം കൊടുത്തേ പറ്റൂ. കാരണം ഇത് ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും അവിടുന്ന് ഇങ്ങോട്ട് വായിച്ചാലും ഒരുപോലെ വേണമെങ്കിൽ സംഖ്യ എന്തായിരിക്കണം? ഇത് ഇവിടെ 4ഉം 1ഉം കൊടുത്താൽ മാത്രമേ പറ്റൂ. എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കളിയിൽ എനിക്ക് 4 മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഒരൊറ്റ ചാൻസ് മാത്രമേ ആ കളിയിലുള്ളൂ. അതുപോലെ നാലാമത്തെ കളിയിൽ എനിക്ക് 1 മാത്രമേ കൊടുക്കാൻ പറ്റൂ. അവിടെയും ഒരൊറ്റ ചാൻസേ ഉള്ളൂ അല്ലേ? വേറെ ഒരുപാട് നമ്പർ എഴുതാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, ആകെ ഒരൊറ്റ ചാൻസുകൾ മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്താൽ മതി? മുകളിൽ എഴുതിയ ഈ നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ, എന്തായിരിക്കും ആൻസർ വരിക? 9 × 10 × 1 × 1. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയായിരിക്കും ആൻസർ കിട്ടുക നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓടിപ്പോയിട്ട് അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര പാലിഡ്രോമിക് നമ്പേഴ്സ് ആയിട്ടുള്ള 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ എന്തായാലും ഇതിനുള്ള ആൻസർ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ നിങ്ങൾക്ക് നമ്പർ വേൾഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം? നമ്മൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഒക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.